ഹേ സിനി ഫൈൽസ്, സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ ഈ മൂവിയെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് നാൾക്ക് ശേഷം നല്ലൊരു മാർവൽ മൂവി കണ്ട ഫീലായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. സ്റ്റോറി വൈസ് ഈ മൂവി വളരെ കൺവിൻസിങ് ആയിട്ടുള്ളൊരു മൂവിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ബട്ട് ദ ഇമോഷണൽ സൈഡ് ഓഫ് ദിസ് മൂവി ഈസ് വണ്ടർഫുൾ ആൻഡ് ബ്രില്യൻറ്റ്. കാരണം ഒരുപാട് സീൻസിൽ നമുക്ക് രോമാഞ്ചം വരികയും നമ്മളെ സ്പൈഡർമാനുമായിട്ട് ഇമോഷണലി കണക്ട് ചെയ്തിരിക്കുന്ന ഒരുപാട് രംഗങ്ങൾ ഈ മൂവിയിലുണ്ട്. എസ്പെഷ്യലി ദ സീൻസ് വിത്ത് സെൻഡായ ആൻഡ് ടോം ഹോളണ്ടിൻ്റെ സെൻഡായയുടെ കെമിസ്ട്രിയൊക്കെ വളരെ മനോഹരമായിട്ട് ഈ മൂവിയിൽ വർക്കായിട്ടുണ്ട്. ആൾസോ പണിഷർ, ഹൾക്ക് പോലുള്ള ക്യാരക്ടേഴ്സിനെ ഈ മൂവിയിൽ ഉൾപ്പെടുത്തി വളരെ ഗുണം ചെയ്തു. കാരണം അവർ വരുന്ന സീൻസൊക്കെ അത്യാവശ്യം എൻ്റർടൈനിങ് ആയിട്ടാണ് ഈ മൂവിയിൽ പോയിട്ടുള്ളത്. സാഡി അവതരിപ്പിക്കുന്ന നെഗറ്റീവ് റോളുള്ള കഥാപാത്രം ഈ മൂവിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. സ്റ്റോറി വൈസ് ഈ മൂവി അത്രത്തോളം ഭയങ്കര സംഭവമൊന്നുമല്ല. നോർമൽ നമ്മൾ സൂപ്പർ ഹീറോ മൂവീസിലൊക്കെ കാണുന്ന സ്റ്റോറി തന്നെയാണ്. ബട്ട് ഇതിലെ ഇമോഷണൽ സൈഡ്, പിന്നെ ഹൾക്കിനെയും പണിഷർ എന്ന് പറയുന്ന ആ കഥാപാത്രത്തെയും കൊണ്ടുവന്ന രീതിക്ക് വളരെ മനോഹരമായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളൂ. വളരെ മികച്ചൊരു സ്റ്റോറി ഇല്ലെങ്കിൽ പോലും ടോം ഹോളണ്ടിൻ്റെ ഇതുവരെയുള്ള സ്പൈഡർമാൻ സിനിമകളിൽ ഏറ്റവും കൂടുതൽ ഇമോഷണൽ കണക്ഷൻ ലഭിച്ച ഒരു മൂവിയായിട്ടാണ് എനിക്ക് പേഴ്സണലി സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ ഫീൽ ചെയ്തിട്ടുള്ളത്. സോ സ്പൈഡർമാൻ ഫാൻസ് ആൻഡ് മാർവൽ ഫാൻസ്, പ്ലീസ് ഡു വാച്ച് ഇറ്റ് ഇൻ തിയേറ്റേഴ്സ്.